ഹായ്, ഐ എം ഡോക്ടർ അച്ചു ജെറാഡ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് ബാഡ് ബ്രെത്ത് അല്ലെങ്കിൽ വായ്നാറ്റം എന്നതിനെ പറ്റിയിട്ടാണ്. കേൾക്കുമ്പോൾ പലർക്കും ചിരിയാണ്, എന്നാൽ ഇതുള്ളവർക്കറിയാം എത്രത്തോളം കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒന്നാണിതെന്ന്. ഇത് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന ചോദ്യത്തിന് ആദ്യം നിങ്ങൾ അറിയേണ്ടത് ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. കാരണങ്ങൾ പലർക്കും പലതാണ്. എന്നാലും ഒരു 90% ആളുകളിലും വായ്നാറ്റം ഉണ്ടാകാൻ കാരണം വായിൽ തന്നെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പോൾ പലരുടെയും സംശയം വായ്നാറ്റം പിന്നെ വായിലെ പ്രശ്നം കൊണ്ടല്ലാതെ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാകുമോ എന്നായിരിക്കും. ഉണ്ടാകും. ഒരു 10% കേസസിൽ വായ്നാറ്റം ഉണ്ടാകാൻ കാരണം എക്സ്ട്രാ ഓറൽ റീസൺസ് കാരണമാണ്. അതായത് നമ്മുടെ മറ്റ് ശരീരഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫങ്ഷനിങ്ങിൻ്റെയോ ഭാഗമായിട്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉള്ള ആളുകളിലാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വായ്നാറ്റത്തിൻ്റെ മോസ്റ്റ് കോമൺ റീസൺസ് എന്ന് പറയുന്നത് ഇൻട്രാ ഓറലാണ്. അതായത് നമ്മുടെ പല്ലുകൾക്ക് കേടോ ഇൻഫെക്ഷനോ ഒക്കെ ഉള്ളപ്പോൾ, അതുപോലെ തന്നെ മോണരോഗം അധികമായി ഉള്ളപ്പോൾ, ഫ്രീക്വൻ്റായി അൾസേഴ്സ് വരുന്ന ആളുകളിലും അതുപോലെ സ്മോക്കിംഗ് ഹാബിറ്റ് ആയിട്ടുള്ള ആളുകളിലും ഇതുപോലെ വായ്നാറ്റം വളരെ കോമണായി കാണാറുണ്ട്. വായ്നാറ്റത്തിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ടങ് കോട്ടിങ്സ് ആണ്. നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാക്കും ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇല്ല എങ്കിൽ ഫുഡ് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ ബാക്ടീരിയയും നമ്മുടെ നാക്കിൽ അടിഞ്ഞുകൂടി അത് വായിൽ ദുർഗന്ധം ഉണ്ടാക്കാൻ കാരണമാകുന്നു. Another important reason for bad smell is നമ്മുടെ ഉമിനീര് അല്ലെങ്കിൽ സലൈവയുടെ അളവ് കുറയുന്നതാണ്. അത് ചില ആളുകളിൽ സ്വാഭാവികമായി കുറഞ്ഞിരിക്കും, എന്നാൽ മറ്റു ചിലരിൽ അലർജി പ്രശ്നങ്ങൾ മൂലം അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിൽ അല്ലെങ്കിൽ മൗത്ത് ബ്രീത്തിങ് ഹാബിറ്റ് ആയിട്ടുള്ള ആളുകളിലൊക്കെ ഉമിനീരിൻ്റെ അളവ് കുറവായി കാണാറുണ്ട്. ഇത്തരത്തിൽ ഉമിനീരിൻ്റെ അളവ് കുറയുമ്പോൾ ഡ്രൈ മൗത്ത് എന്ന സ്റ്റേറ്റ് ഉണ്ടാവുകയും അത് ബാഡ് സ്മെൽ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ വായ്നാറ്റം എന്ന പ്രശ്നം അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് തിരിച്ചറിയുകയാണ്.